പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഞാൻ ദുആയിരന്നേ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഞാൻ ദുആയിരന്നേ ചരാചരങ്ങൾ അഖിലം നിന്റെ കരുണ കൊണ്ട് പിറന്നു മണ്ണിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് മനുഷ്യറൂഹ് പിടിക്കുമല്ലോ മരണസമയം അധരങ്ങൾക്ക് പകര് റബ്ബി കലിമാവാക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി ഞാൻ ദുആയിരന്നേ. ഒരിക്കൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഘോരമായ ശബ്ദം കേട്ടപ്പോ പുറത്തിറങ്ങി നോക്കുമ്പോ വലിയ ഒട്ടകങ്ങളുടെ മുകളിൽ നിന്നും പണത്തിന്റെ അന്നുണ്ടായിരുന്ന ദീനാറ് ദിർഹം എന്താണോ അതിന്റെ വലിയ ചാക്കുകൾ മദീന പള്ളിയുടെ മുന്നിലേക്ക് ഇടുകയാണ്. ചോദിച്ചപ്പോ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ മഹദി അവറുകളോട് പറയപ്പെട്ടു, ഇത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കച്ചവടം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ കിട്ടിയ ലാഭമാണ് എന്ന്. അപ്പൊ വലിയ സമ്പന്നന്മാർ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സമ്പത്ത് അത് നമുക്ക് ഈമാനിന് പ്രശ്നമാവരുത്. ചില ആളുകൾ സമ്പത്ത് കൂടുമ്പോ, പൈസ കൂടുമ്പോ അഹങ്കാരം ഉണ്ടാകുന്നു. ആ സമ്പത്ത് കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നു. അവിടെയാണ് പ്രശ്നം. സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇനിയോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് എന്റെ ദുനിയാവിലും നാളെ ഞാൻ കടന്നു വരുന്ന ആഖിറത്തിലും എനിക്ക് വിജയിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരണമല്ലാ. ഈ കാണുന്ന ദുനിയാവിലും നാളെ ഞാൻ വരുന്ന ആഖിറത്തിലും എനിക്ക് വിജയിക്കാൻ ചെയ്യാൻ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയോട് പറയുന്നു, ദാവൂദ് നബിയേ, താങ്കൾ എന്നോട് ചോദിച്ചത് ഒരു കാര്യമാണ്. ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കാൻ ഒരു കാര്യമാണല്ലോ ചോദിച്ചത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നല്ല, 4 കാര്യങ്ങളാണ്. ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടന്നാൽ, എപ്പോഴും അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാം. ദാവൂദ് നബിയേ, നിങ്ങളുടെ ദുന്യവിയായ ലോകത്തിലും നാളെ ആഖിറത്തിലും നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകർ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഭവം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ ആരവം പോരട്ടെ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ
സാദിഖുൽ മസ്ദൂഖായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അൽഹറുൽ അതമ്മായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, മക്ക മദീനയുടെ രാജാവേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, മഹ്ശറയുടെ നായകരേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടകനേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഏതാണ് ആ കാര്യം എന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ഇറക്കി കൊടുത്ത, അറിയിച്ചു കൊടുത്ത 4 കാര്യങ്ങളാണ്. അർബഉം മിൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ, അവൻ ജീവിക്കുന്ന ഈ ദുനിയാവിലും നാളെ അവൻ കടന്നു വരുന്ന ആഖിറത്തിലും അവൻ വിജയിക്കുന്നവനാണ്. ജീവിത വിജയം അവനിക്ക് ഉറപ്പാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറയുന്നു, ഒന്നാമതായി ഒരു മനുഷ്യന് വേണ്ടത് അവനിക്ക് സമാധാനമുണ്ടാവണോ. എന്റെ ചൊവ്വര പള്ളിയിൽ ഈ ദിക്റിന്റെ മജ്‌ലിസിന്റെ വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്നത് ഖൽബൻ ഷാകിറാ, നന്ദിയുള്ള ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുനിയാവും നാളെ അവൻ കടന്നു വരുന്ന ആഖിറവും വിജയിപ്പിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ഒന്നാമതായി വേണ്ടത് ഖൽബൻ ഷാകിറ, നന്ദിയുള്ള ഹൃദയമാണ്. രണ്ടാമതായി മുത്തുനബി പറയുന്നത് വലിസാനൻ ദാകിറാ, ദിക്ർ ചെയ്യുന്ന നാവാണ്, ദിക്ർ പറയുന്ന നാവാണ്. മൂന്നാമതായി അവന് വേണ്ടത് വബദനൻ സാബിറാ, ക്ഷമിക്കുന്ന ശരീരമാ. പ്രയാസമുണ്ടാകുമ്പോ, പ്രശ്നമുണ്ടാകുമ്പോ, സങ്കടമുണ്ടാകുമ്പോ, സന്താപമുണ്ടാകുമ്പോ, രോഗമുണ്ടാകുമ്പോ, എല്ലാ വിഷമഘട്ടത്തിലും ക്ഷമിക്കുന്ന ഒരു ശരീരം ഒരു മനുഷ്യനുണ്ടോ എങ്കിൽ അവന്റെ ദുനിയാവും അവന്റെ ആഖിറവും വിജയിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമതായി മുത്തായ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് വസൗജതൻ സ്വാലിഹാ, സ്വാലിഹായ ഭാര്യ അല്ലെങ്കിൽ സ്വാലിഹായ ഭർത്താവ്. സ്വാലിഹത്തായ ഭാര്യ ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടോ? സ്വാലിഹായ ഒരു ഭർത്താവ് ഏതെങ്കിലും ഒരു ഭാര്യക്കുണ്ടോ? അവരുടെ ജീവിതമുണ്ടല്ലോ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി നമുക്ക് വേണ്ടത് നന്ദിയുള്ള ഹൃദയമാണ്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ, അയാള് 1789 മുതൽ എല്ലാ വർഷവും ഒക്ടോബർ 3-ാം തീയതി താങ്ക്സ് ഗിവിംഗ് ഡേ ആയി ആചരിക്കണമെന്ന് അന്ന് അമേരിക്കക്കാരോട് പറഞ്ഞു. എന്താ താങ്ക്സ് ഗിവിംഗ് ഡേ? ഒരു മനുഷ്യൻ, അവന്റെ കുടുംബം, ആ കുടുംബത്തിലുള്ള അവന്റെ ഫാദർ, അവന്റെ മദർ, അവന്റെ വൈഫ്, അവന്റെ ബ്രദർ, അവന്റെ സിസ്റ്റർ, അവൻ താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള നെയ്ബേഴ്സ് എല്ലാവരോടും താങ്ക്സ് പറയണമെന്നാണ്. താങ്ക്സ് എന്ന് പറയാൻ വേണ്ടി ഒരു ദിവസം, ഏതാ ഒക്ടോബർ 3, 1789 മുതൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? ഒരു മുസ്ലിമിന് അങ്ങനെ ദിവസം ഉണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും അവനിക്ക് എന്താണ്? താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്, നന്ദി പറയേണ്ട ദിവസമാണ്. നന്ദിയുള്ള ഒരു ഹൃദയം, അതാണ് ആദ്യം മുത്ത് റസൂല് പറഞ്ഞത്.
നന്ദിയുള്ള ഒരു ഹൃദയം. മനുഷ്യൻ ഉയർന്നാൽ അവൻ മലക്കുകളെക്കാൾ ഉയരും, താഴ്ന്നാൽ മൃഗത്തെ പോലെ എന്നല്ല പറഞ്ഞത്, മൃഗത്തെക്കാൾ താഴ്ന്നു പോകുമെന്നാണ്. മൃഗത്തെക്കാൾ താഴും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു വീട്ടിൽ ഒരാൾ ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കന്നുകാലി ഏതാവട്ടെ, എന്ത് ജീവിയാവട്ടെ, അവയൊക്കെ വളർത്തിയാൽ ഇത് മുതലാളിയാണ് അല്ലെങ്കിൽ ഇതെന്റെ യജമാനനാണെന്ന് കാണുമ്പോ ആ ജീവികൾ ഒരു സ്നേഹപ്രകടനം കാണിക്കുമെന്നാണ്. പട്ടിയാണെങ്കിൽ വാലാട്ടും, അതുപോലെ പൂച്ചയാണെങ്കിൽ അതിങ്ങനെ അടുത്തേക്ക് വന്ന് കാലിലോട് ഇങ്ങനെ ഒരുമിപ്പോകും. മറ്റേത് ജീവിയാണെങ്കിലും യജമാനനെ കാണുമ്പോ നന്ദിയായിട്ട് എന്ത് പറയും? ഒന്ന് മുരളുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യും. നാം മനുഷ്യൻ അങ്ങനെയല്ല, അവൻ നന്ദിയില്ലാത്തവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നമ്മൾ ആ ഗണത്തിൽ പെടാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരു മുസ്ലിമിന് വേണ്ട ഒന്നാമത്തെ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഒന്നാമതായി വേണ്ടത് എന്താണ്? ഖൽബൻ ഷാകിറ, ശുക്ർ ചെയ്യുന്ന നന്ദിയുള്ള ഒരു ഹൃദയമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കേ, എന്റെ ബോഡി, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോഡി, നമ്മുടെയൊക്കെ ശരീരം, നമ്മുടെ ശരീരം എന്ത് അനുഗ്രഹങ്ങളുടെ കേദാരമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ പറ്റി അറിഞ്ഞാൽ അവൻ അല്ലാഹനെ പറ്റി അറിഞ്ഞവനാണ്. അതായത് നമ്മുടെ ഈ ശരീരം, എന്റെ ഈ ബോഡി, അത് ചെറിയൊരു ലോകമാണ്, ചെറിയൊരു ലോകമാണ്, ഒരു വേൾഡാണ്. കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഞാൻ, കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ തലച്ചോറിന് എന്ത് വിലയാന്നറിയോ? നമ്മുടെ ഹൃദയത്തിന് എന്ത് വിലയാന്നറിയോ? നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ്, നമ്മുടെ വൃക്ക, നമ്മുടെ കരൾ, കിഡ്നി, പാൻക്രിയാസ്, രക്തം, ത്വക്ക്, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ്. വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ 20 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1 കോടി ആവശ്യമുണ്ട്, 80 ലക്ഷം ആവശ്യമുണ്ട്. എന്തിനാ? രോഗങ്ങൾ ചികിത്സിക്കാൻ. എന്താ രോഗം? തലച്ചോറിൽ ക്യാൻസറാണ്, അല്ലെങ്കിൽ രക്തത്തിൽ ക്യാൻസറാണ്, അല്ലെങ്കിൽ വൃക്കയിലെ വലിയ അസുഖമാണ്, കരൾ വീക്കായി കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാക്കാൻ, അതൊക്കെ ക്ലിയറാക്കാൻ, അതിന്റെ ചികിത്സക്കായി ഓരോ വർഷവും ഓരോ ആളുകള് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെയും ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശരീരം കോടിക്കണക്കിന് രൂപയുടെ മുതലാണ്. അത് വെറും നിസാര കളിയല്ല. ഒരു വർഷം തന്നെ നമ്മുടെ പള്ളിയിലും നമ്മുടെ വീട്ടിലും എത്ര ബൾബ് നമ്മൾ മാറ്റും? ഫാനിന് എത്ര പ്രാവശ്യം ആ കറക്കം അങ്ങോട്ട് നിൽക്കും? എത്ര പ്രാവശ്യം നമ്മൾ ക്ലോക്കിലെ ബാറ്ററി മാറ്റും? എത്ര പ്രാവശ്യം നമ്മൾ മോട്ടർ നന്നാക്കും? ഇതൊന്നും അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊക്കെ നമ്മൾ ഓരോ വർഷവും ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, അതിനൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. ജനിച്ച് എന്നാണോ ജനിച്ചത് അന്ന് മുതൽ ഈ നിമിഷം വരെ 8:15 സമയം, 8:15 വരെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഹൃദയത്തിന് അല്ലാഹ് നൽകിയിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര രൂപ മുടക്കിയിട്ടാണ് അതൊന്ന് ക്ലിയർ ആക്കിയത്, ആ സർജറി നടത്തിയത്, ആ ബ്ലോക്ക് മാറ്റിയത് എത്ര രൂപ കൊടുത്തെന്ന് ചിന്തിച്ചു നോക്കി. എത്ര രൂപ കൊടുത്തിട്ടാണ്? നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റിൽ അവന്റെ ഹൃദയം മിടിക്കുന്നത് 72 പ്രാവശ്യം. ഒരു പെണ്ണാണെങ്കിലോ 80 മുതൽ ഏകദേശം 82 പ്രാവശ്യമാണ് അവളുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മിടിപ്പിലും 72 മില്ലി ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളിലേക്ക്. ഓരോ മിടിപ്പിലും 72 മില്ലി ലിറ്റർ. അത് 1 മിനിറ്റ് ആകുമ്പോ 5 ലിറ്റർ രക്തമാണ് നമ്മുടെ ഹൃദയം ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രക്തം പമ്പ് ചെയ്യുന്നത്. അത് ഒരു ദിവസമാകുമ്പോ 12,600 ലിറ്റർ രക്തമാണ്. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ ആരാ നമുക്ക് ചെയ്തു തരുന്നത്? നമ്മുടെ കഴിവാണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ ഹൃദയം ഇങ്ങനെ മിടിക്കുന്നത്? ഞാൻ നല്ല എപ്പോഴും ഫ്രൂട്ട്സ് ആണ് കഴിക്കാറ്, ഞാൻ എപ്പോഴും ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, വ്യായാമമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നത്, എന്റെ ശരീരം, ബോഡി ഇങ്ങനെ സ്ലിമ്മായി ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്തയുണ്ടോ? എത്രയോ സ്ലിമ്മായ ആളുകളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എത്രയോ ബോഡി ബിൽഡർമാരാണ് പെട്ടെന്ന് ഷോക്കായി വന്ന് മരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ മിടുക്കല്ല, ഇതൊക്കെ അല്ലാഹ് നമുക്ക് ചെയ്തു തരുന്നതാണ്. അല്ലാഹ് നമുക്ക് ചെയ്തു തരുന്നതാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്.
വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ 1, 2, 3 എന്ന് തുടങ്ങി എണ്ണാൻ തുടങ്ങിയാൽ അള്ളാഹുവേ ഖുർആനാ പറയുന്നത് നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ സാധ്യമല്ല, എണ്ണി തീർക്കാൻ സാധ്യമല്ല. എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ശരീരം നമുക്ക് നൽകിയില്ലേ? ആരോഗ്യമുള്ള മക്കളെ നമുക്ക് നൽകിയില്ലേ? ആരോഗ്യമുള്ള ഭർത്താവിനെ, ഭാര്യയെ നമുക്ക് നൽകിയില്ലേ? അല്ലാഹുവേ, എത്രയോ ആളുകളാണ് മക്കളില്ലാതെ വിഷമിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി, 22 വർഷമായി, 35 വർഷമായിട്ട് ഇപ്പോഴും മക്കളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ എത്രയോ ദമ്പതിമാരാണുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവർക്ക് കൊടുത്ത പരീക്ഷണമെന്നും റബ്ബേ നീ എനിക്ക് നൽകിയില്ലല്ലോ. എത്രയോ ആളുകളാണ് നേർച്ചകൾ നടത്തുന്നത്, എത്രയോ ആളുകളാണ് ഓരോ സദസ്സിലും വന്ന് ഉസ്താദേ ഒരു കുഞ്ഞിക്കാല് കാണാൻ, മക്കളുണ്ടാവാൻ ദുആ ചെയ്യണേ എന്ന് എത്രയോ ദർഗകളിലാണ് പോകുന്നത്, എത്രയോ മക്ബറുകളിലാണ് പോകുന്നത്, എത്രയോ ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത്. അവർക്കൊന്നും അല്ലാഹു കൊടുക്കാത്ത അനുഗ്രഹമല്ലേ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? നല്ല മക്കളെ അല്ലാഹു നൽകിയില്ലേ? നല്ല മക്കളെ നൽകിയില്ലേ? അതുപോലെ എത്രയോ ആളുകളാണ് വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നത്. അല്ലാഹുവേ, ചിന്തിച്ചു നോക്കുകേ, ഇരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു നമുക്ക് സ്വന്തമായ ഒരു വീട് നൽകിയില്ലേ? അതും അല്ലാഹുവിന്റെ കരുണയല്ലേ, അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ? അങ്ങനെ നമ്മൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ ഖുർആനാ പറയുന്നത് ലാ തുഹ്സൂഹാ, എന്നെ ക്ലിപ്തപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന് എന്തുണ്ടാവണം? നന്ദിയുണ്ടാവണം. ഒരു അൽഹംദുലില്ലാ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത ഉമ്മ, നീ എത്രമാത്രം നന്ദിയില്ലാത്തവളാണ്. ഒരു പ്രാവശ്യമെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയാത്ത ഉപ്പമാരെ, കരുണക്കടലായ അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് നമ്മൾ നന്ദിയില്ലാത്തവരായി മാറുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവരുതേ. അതുകൊണ്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണേ. അതാണ് മുത്തു റസൂൽ നമ്മോട് പറഞ്ഞത്. ഒരു മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും അതാ സുന്ദരമായ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവണോ, അവൻ എന്തുണ്ടാവണം? അവനിക്ക് എന്തുണ്ടാവണം? നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടാവണം, നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടാവണം. ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് മൂസാ നബി എന്നറിയോ? നീൽ നദീതൻ ഓളങ്ങളുരയും അത്ഭുത കഥ കേട്ടുൽക്കടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലിനാൽ നിവർത്തിടട്ടെ. ോളങ്ങളുരയും അത്ഭുത കഥ കേട്ടുൽക്കടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലിനാൽ നിവർത്തിടട്ടെ. ആണായാൽ കുഞ്ഞ് പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ, ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. അള്ളാഹുവിന്റെ പ്രവാചകരാകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഒരു മരത്തിന്റെ ചാര ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അതാ കടന്നു വരികയാണ് മഹാനായ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ദുഃഖിച്ചിരിക്കുന്ന മൂസാ നബിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, മൂസാ നബിയേ, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? എന്താണ് സങ്കടം? എന്താണ് മനസ്സിലുള്ള ദുഃഖം? എന്താണെന്ന് പറയുമോ?
ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ജിബ്രീലേ, അല്ലാഹനെ കാണാൻ ഞാനതാ തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയിരുന്നു ജിബ്രീലേ. പക്ഷേ എന്റെ 2 കണ്ണുകൾ കൊണ്ട് ആ സുന്ദരമായ പടച്ചവന്റെ മുഖം എനിക്ക് കാണുവാൻ സാധിച്ചില്ല ജിബ്രീലേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, സങ്കടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹമെന്നറിയോ? എനിക്ക് സ്വർഗമെന്നു കാണണമെന്നുണ്ട്. അല്ലാഹനെ കാണാൻ പറ്റിയില്ല, പക്ഷേ എന്നാലും എനിക്ക് വലിയ വിഷമമുണ്ട്. അല്ലാഹുവേ, ആഖിറത്തിൽ നിന്നെ കാണാമല്ലോ, എന്നാൽ എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് സ്വർഗമൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ജിബ്രീലേ. ആ സ്വർഗം കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്, ജിബ്രീലേ, ആ മൂസാ പ്രവാചകരോടൊപ്പം നീ സ്വർഗത്തിലേക്കൊന്ന് കടന്നു ചെല്ലണേ. എന്നിട്ട് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം കാണിച്ചിട്ട് മൂസ നബിയെ ഭൂമിയിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ. അങ്ങനെ അതാ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാ. സ്വർഗത്തിലേക്ക് കടന്നു ചെന്നപ്പോ എന്താണ് ലോകം, എന്താണ് ലോകം? ഒരു കണ്ണും കാണാത്ത, ഒരു ഹൃദയവും ഇതുവരെ ആഗ്രഹിക്കാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ശരീരവും ആസ്വദിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുടെ കേദാരമാണല്ലോ സ്വർഗം. അല്ലാഹുവേ, ഈ പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ സദസ്സിൽ വന്നിരിക്കുന്നത് നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ്. റഹ്മാനെ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഇവിടെ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന ആ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദന്മാരുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ, ആ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം ഇങ്ങനെ ചുറ്റിക്കാണുകയാണ്. എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബീ, അല്ലാഹുവേ, പടച്ചവനെ, അയ്യു മൻസിലിൻ മിൻ മനാസിലിൽ ജന്ന അഹബ്ബു ഇലൈക യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വർഗ്ഗത്തില് നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലമാണുള്ളത്? സ്വർഗ്ഗം മുഴുവനും നീയാണ് സൃഷ്ടിച്ചത്. ഈ സ്വർഗ്ഗത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? സന്ദർഭം ഏതാണ്? ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, മൂസാ നബിയേ, എനിക്ക് ഈ സ്വർഗ്ഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതെന്നറിയോ? ഇഷ്ടപ്പെട്ട സ്ഥാനം ഏതെന്നറിയോ? ഹളീറത്തുൽ ഖുദ്സ്. ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്ഥാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തില് ഞാൻ എത്ര കാലം താമസിക്കുന്നുണ്ടോ ആ കാലം മുഴുവനും ആ ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്നെ നീ അല്ലാഹുവേ കൊണ്ടാക്കണേ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹ്, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ആ സ്വർഗ്ഗത്തിന്റെ സ്ഥാനം നീ ആർക്കാണ് റബ്ബേ നൽകുന്നത്? ആർക്കാണ് റബ്ബേ ആ സ്ഥാനം നീ കൊടുക്കുന്നത് എന്ന് അല്ലാഹുവിനോട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൂസാ, ഞാൻ കൊടുക്കുന്നത് 2 വിഭാഗം ആളുകൾക്കാണ്. 2 വിഭാഗം ആളുകൾക്കാണ്. ഒന്നാമത്തെ വിഭാഗം അവർ ഖൗമുൻ, ഒരു ജനതയാണ്. ഇദാ അസ്വാബതുഹും ബലിയ, അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം ഞാൻ കൊടുക്കും, ഒരുപാട് ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ കൊടുക്കുമ്പോ അവരെന്താണ് ചെയ്യുക? സ്വബറു, അവർ ക്ഷമിക്കും. അല്ലാഹ് നൽകിയതാണ്, അല്ലാഹ് തന്നെ മാറ്റും. ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്, എന്നാലും മനസ്സിലൊരു ഈമാനുണ്ട്. ഈ രോഗം അല്ലാഹ് നൽകിയതാണ്, പടച്ചവൻ തന്നെ മാറ്റും. നല്ല ഈമാനുള്ളവർ.
ക്ഷമിക്കുന്ന ആളുകൾ അവർക്ക് എന്തുണ്ട്? ഹലീറത്തുൽ, സ്വർഗമുണ്ട് എന്നല്ല, സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാകുന്ന ഹലീറത്തുൽ ഖുദ്സ് ഉണ്ട് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു ആ സ്ഥാനത്തിരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം. ഇനി രണ്ടാമത്തെ വിഭാഗമോ മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വഇദാ അൻഅംതു അലൈഹിം, അവർക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് നബിയേ. ആ അനുഗ്രഹങ്ങൾ ഓരോന്നും കിട്ടുന്ന സമയത്ത് ശകറൂ, അവർ നന്ദിയുള്ളവരാണ് നബിയേ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നിട്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകളെ, അൽഹംദുലില്ലാഹ്, മോള് പ്രസവിച്ചു, ഒറ്റവാക്ക് അൽഹംദുലില്ലാഹ്. മോന് വിവാഹം ശരിയായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എനിക്കൊരു വീട് ശരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് ഞാൻ വെച്ചു അൽഹംദുലില്ലാഹ്. എന്ത് അനുഗ്രഹം കിട്ടിയാലും അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അവന് സ്വർഗമുണ്ട് എന്നല്ല, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പദവിയാകുന്ന പദവികളിൽ ഒന്നാകുന്ന ഹലീറത്തുൽ ഖുദ്സ് എന്ന സ്വർഗമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ വേണ്ടത് നന്ദിയുള്ള ഹൃദയമാണ്. അല്ലാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. ചില ആളുകൾ പറയും, മോനെ ഞാൻ എത്രയോ നാളായി ദുആ ചെയ്യുന്നു എനിക്കൊരു മോനുണ്ടാവാൻ, പക്ഷെ മോനുണ്ടായില്ലല്ലോ, അതെനിക്ക് അല്ലാഹു നൽകാത്ത അനുഗ്രഹമല്ല, അതുകൊണ്ട് അല്ലാഹു എനിക്ക് ആ അനുഗ്രഹം നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് പറയില്ല, അൽഹംദുലില്ലാഹ് പറയില്ല എന്നൊന്നും ചിന്തിക്കണ്ട. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വിഷമിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു മോനുണ്ടാകുന്നത്, ഒരു മോളുണ്ടാകുന്നത്. പക്ഷെ ആ മോന് നമുക്കെതിരെ വന്നാലോ? അങ്ങനെയുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദേ മക്കൾ ഉണ്ടാവാൻ ദുആ ചെയ്യണം. അയാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വന്ന് പറയുന്നു, ഉസ്താദേ എന്റെ മകൻ നന്നാവാൻ ദുആ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് മക്കളെ നൽകുകയും ആ നൽകിയിട്ടുള്ള മക്കളിൽ സ്വലാഹിയത്ത് നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒന്നാമതായി നമുക്ക് വേണ്ടത് എന്താണ്? നന്ദിയുള്ള ഹൃദയമാണ്. രണ്ടാമതായി നമുക്ക് വേണ്ടത് വലിസാനൻ ദാകിറ, വലിസാന ദിക്ർ ചെയ്യുന്ന നാവാൻ. ആ ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്, ദിക്ർ വാർഷിക മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൺ. അയാൾ ഉറങ്ങണ സമയത്ത് 3 ഗുളിക കഴിച്ചിട്ടാ ഉറങ്ങുക. 1 ഷുഗർ, 2 പ്രഷർ, 3 കൊളസ്ട്രോൾ. അല്ല, അതിനുള്ള ഗുളികല്ല. നമ്മൾ സാധാരണ അത് കഴിച്ചിട്ടാ കിടക്കാറ് അല്ലെ. പക്ഷെ മൂപ്പര് അതിനല്ല ഗുളിക കഴിക്കുന്നത്, മറിച്ചോ ടെൻഷൻ മാറാൻ. ഒരുപാട് ടെൻഷൻ ഉണ്ട്, ടെൻഷൻ മാറാൻ, ഉറക്കം പെട്ടെന്ന് വരാൻ എന്താ 3 ഗുളിക കഴിച്ചിട്ടാ മൂപ്പര് കിടക്കാറ്. ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല മരുന്ന്, ആത്മീയമായ മരുന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആൻ വചനം ഓതിയിട്ട് മുത്തുനബി പറയുകയാ, നിങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനം, ഭയങ്കര ടെൻഷനാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദമാണ് ആളുകൾക്ക് കൂടുന്നത്. അത് കൂടുന്നതനുസരിച്ച് കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു, പ്രഷർ കൂടുന്നു. ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് രോഗമുണ്ടാകും. അതുപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന ടെൻഷൻ മൂലം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളിൽ ഒരു മരുന്നായി മാറി എന്ത്? ഉറക്ക ഗുളിക. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഉറക്കമില്ല, ടെൻഷനാൻ. പകൽ മുഴുവനും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുകയാണ്. ടെൻഷനാൻ, ഉത്കണ്ഠയാൻ, വിഷമമാണ്. അത് മാറാൻ നല്ല രൂപത്തിൽ ഉറക്കം കിട്ടാൻ ഉറക്ക ഗുളിക കഴിക്കുകയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇവിടെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യിൻ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യിൻ, എന്തുണ്ടാകും? നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ 44ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഇസ്രാഇന്റെ 44ാമത്തെ ആയത്തിലൂടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുസബ്ബിഹു ലഹുസ് السماوات السبع والأرض ومن فيهن
എന്താ അള്ളാഹു പറയുന്നത്? ഈ കാണുന്ന ആകാശമുണ്ടല്ലോ, നാം ചവിട്ടി നിൽക്കുന്ന ഭൂമിയുണ്ടല്ലോ, ഈ കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവൻ സർവചരാചരങ്ങളും എല്ലാ സമയത്തും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തസ്ബീഹ് പറയുന്നുണ്ട്, അള്ളാഹുവിന് തഹ്ലീൽ പറയുന്നുണ്ട്, അള്ളാഹുവിന് തക്ബീർ പറയുന്നുണ്ട്. തുഹി മാലികേ ബഹ്റോബർ ഹേ, തുഹി ഖാലികേ ജിന്നോ ബശർ ഹേ. പാരാവാരമായി പരന്നു കിടക്കുന്ന നീല പരവതാനി വിരിച്ച ഈ ആകാശമുണ്ടല്ലോ, ആ ആകാശം ഓരോ സെക്കൻഡിലും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നുണ്ട്. ആ ആകാശത്തിന്റെ നീലിമയിലൂടെ പറന്നുയരുന്ന ഓരോ പക്ഷിയുമുണ്ടല്ലോ, ആ ചിറകടിച്ച് പറക്കുന്ന പക്ഷികൾ ഓരോ നിമിഷവും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന് തക്ബീറും തഹ്ലീലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാം വസിക്കുന്ന ഈ ഭൂമി ലോകമുണ്ടല്ലോ, ഈ ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന 4 സമുദ്രങ്ങളുണ്ടല്ലോ, ആ സമുദ്രങ്ങളുടെ വെള്ളത്തുള്ളികൾ മുഴുവനും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നുണ്ട്. തീർന്നില്ല. ആ 4 സമുദ്രങ്ങളുടെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പോകുന്ന ചെറു പരൽ മത്സ്യങ്ങളുണ്ടല്ലോ, ആ മത്സ്യങ്ങൾ മുഴുവനും അള്ളാഹുവേ പടച്ചവന് ദിക്ർ ചെയ്യുന്നവയാണ്, പടച്ചവന് തക്ബീറുകൾ തഹ്ലീലുകൾ പറയുന്നവയാണ്. ആ പരൽ മത്സ്യങ്ങളെ പിടിച്ചു തിന്നുന്ന വലിയ തിമിംഗലങ്ങളില്ലേ, ആ വലിയ മത്സ്യങ്ങളും അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവയാണ്. താഴ്വാരങ്ങൾ, ആ താഴ്വാരങ്ങളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിന് സർവ്വ സമയത്തും സദാസമയത്തും ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദിക്റുകൾ പറയുന്നു, പക്ഷേ ഒരു വർഗം മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നില്ല. അതാരാണ്? മനുഷ്യനാണ്. തുഹി മാലികേ ബഹ്റോബർ ഹേ, തുഹി ഖാലികേ ജിന്നോ ബശർ ഹേ. അള്ളാഹുവേ, നിന്നെ ഓർക്കാൻ സദാസമയം നിനക്ക് ദിക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി ദിക്ർ പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ദിക്റുകൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നാണ്. അല്ലാഹ് നമ്മെ ഓർക്കുമെന്നാണ്. അല്ലാഹ് നമ്മെ ഓർത്താൽ പിന്നെ രക്ഷപ്പെട്ടു, അല്ലാഹ് നമ്മെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യുക? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരായി മാറുക. കുറഞ്ഞത് നിസ്കാരം കഴിയുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉടൻ ഓടുകയാണ്. അത് നിർത്തിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ഉസ്താദുമാര് സുബ്ഹാനല്ലാഹ് പറയുമ്പോ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു 33 പ്രാവശ്യമെങ്കിലും ഒരു വഖത്തിനെങ്കിലും നമുക്കത് പറയാൻ സാധിച്ചാൽ അള്ളാഹു നമ്മളെ കബൂലാക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരം കഴിഞ്ഞ് ഓടല്ലേ, അവിടെ തന്നെ ഇരിക്കും. നമുക്കൊക്കെ എത്രയോ വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കാണുമ്പോ ഉസ്താദിനോട് ഉസ്താദേ ദുആ ചെയ്യണോട്ടാ, ഉസ്താദേ ദുആ ചെയ്യണോട്ടാ. ഒന്ന് ഉസ്താദുമാരെ കാണുമ്പോ അസ്സലാമു അലൈക്കും, 2 ദുആ വസിയത്ത്. ഇത് രണ്ടാളാണ്. ഒന്ന് അസ്സലാമു അലൈക്കും, 2 ഉസ്താദ് ദ്വാരക്കണം. ഉസ്താദുമാര് ദ്വാരക്കും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ ഉസ്താദ് എത്ര ദുആ ചെയ്താലും അത് നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ആകോ? എന്റെ വിഷമം ഈ ഇരിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്ക് വേണ്ടി അവർ ദുആ ചെയ്യുന്നതും എന്റെ വിഷമം ഞാൻ അറിഞ്ഞ് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വന്തം നമ്മൾ ദുആ ചെയ്യും. ചില ആളുകൾക്ക് ഈ കൈ ഇങ്ങനെ പൊക്കാൻ എന്ത് നാണവാ. ചില ആളുകൾ അവനിപ്പോ വലിയ ദുആക്കാരൻ എന്ന് ആളുകൾ പറയുമോ, അങ്ങനെ ചിന്തിച്ച് നാണമാണ്. കാരണം കഴിയുമ്പോൾ നിസ്കരിക്കും ദ്വാരക്കുമ്പോ തന്നെ ഈ വയറെന്തിനാ കൈ ഇങ്ങനെ വെക്കാനാ, വയറ് കൈ ഇങ്ങനെ വെക്കാനാണ്, ഉയർത്തുന്നത് പോലുമില്ല. കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് നല്ലപോലെ ദ്വാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറയുകയാണ്, സ്വഹാബിമാരെ ഇർതഉ, നിങ്ങൾ മേയണം. മേയണം എന്ന് പറഞ്ഞാൽ പശു പുല്ല് തിന്നുന്നത് പോലെ ഇങ്ങനെ ഓടി നടന്ന് നിങ്ങൾ ഇങ്ങനെ മേഞ്ഞ് തിന്നുകൊണ്ടിരിക്കണമെന്നാണ്. എന്താ നബി തങ്ങൾ പറയുന്നത്? ഇർതഉ, നിങ്ങൾ മേയുക, ഫീ റിയാദിൽ ജന്ന,
സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ പോയിട്ട് നിങ്ങൾ മേയണേ, നിങ്ങൾ അവിടെ മുഴുവനും അരിച്ചു പറക്കണേ സ്വഹാബത്തെ. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മുത്തുനബിയേ താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കി തരണേ. ഞങ്ങൾ ചോദിക്കുകയാണ്, വമാരിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്, മുത്തുനബിയേ അള്ളാഹുവിന്റെ നബിയെ എന്താണ് ഈ സ്വർഗത്തിലെ തോട്ടം, എന്താണ് ഈ മേയൽ, ഒന്ന് വിശദീകരിച്ചു തരുമോ? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മജാലിസുദ് ദിക്ർ, നിങ്ങൾ ദിക്ർ പറയുന്ന മജ്ലിസുകളിൽ പോവണേ, അള്ളാഹനെ പറ്റി പറയുന്ന മജ്ലിസുകളിൽ പോവണേ. പ്രഭാഷണങ്ങൾ നടക്കുന്ന മജ്ലിസുകൾ ഉണ്ടല്ലോ, അതാ വഅളുകൾ നടക്കുന്ന മജ്ലിസുകൾ ഉണ്ടല്ലോ, നാളെ അതാ ജനങ്ങളെല്ലാവരും തിങ്ങിക്കൂടുന്ന ദിക്റിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, സയ്യിദന്മാര് ഒരുമിച്ച് കൂടുന്ന മജ്ലിസ് ഉണ്ടല്ലോ, മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒരുമിച്ച് കൂടുന്ന മജ്ലിസ് ഉണ്ടല്ലോ, ആ മജ്ലിസുകളിലേക്ക് നിങ്ങൾ വന്നിരിക്കണേ എന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്.